നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മുമ്പിൽ ഒത്തിരി വ്യക്തി ജീവിതങ്ങളുടെ അനുഭവങ്ങളെ കർത്താവ് നമുക്ക് സാക്ഷ്യമായി തന്നിട്ടുണ്ട്. ഇന്ന് പകൽ ആ ക്രൂശെ നോക്കിയവർ ആരും ലജ്ജിച്ചു പോകാത്തതിന്റെ കാരണം ഒത്തിരി പേരുടെ സാക്ഷ്യം തന്നെയാണ്. അവരെല്ലാം പറഞ്ഞു, ഞാൻ തകർക്കപ്പെട്ട വ്യക്തിയായിരുന്നു, ഞാൻ ഉടയപ്പെട്ട വ്യക്തിയാണ്, എനിക്ക് സ്വന്തമായി കയറി വരാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ യേശു എൻ്റെ കയ്യിൽ പിടിച്ച നിമിഷം മുതൽ ഞാൻ അസാധാരണമായ നിലകളിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. തകർക്കപ്പെടുവാൻ നോക്കിയല്ല കർത്താവ് നിൽക്കുന്നേ. കർത്താവ് നോക്കുന്നത് നീ പണിയപ്പെടുന്നത് നോക്കിയാണ്. ഒരു പക്ഷേ കർത്താവ് തകർത്തിട്ടുണ്ടോ, നല്ലൊരു പാത്രമായി മെനഞ്ഞെടുക്കുക കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഒരു നിമിഷം നമ്മുടെ കഴിഞ്ഞ നാളുകളെ ഒന്നോർത്താൽ നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് കാണുന്ന ദൈവ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കൊരു സാധ്യതയില്ല. ഹല്ലേലൂയ. ഒരു അർഹതയുമില്ലായിരുന്നു. പക്ഷെ കർത്താവ് ഒന്ന് ഉടച്ച് പണിതപ്പോൾ ആ സ്നേഹത്തിന്റെ നില എനിക്കിനിയും വേണമെന്ന് പറഞ്ഞു, എനിക്കിനിയും അത് വേണമെന്ന് പറഞ്ഞ് ആ അപ്പനിലേക്ക് ഓടി അങ്ങ് നമ്മൾ ചേർന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, ഞാൻ കടന്നു പോയ നിമിഷങ്ങളിൽ എന്നെ പിടിച്ചു നിർത്തിയത് ഒരു മാനുഷിക കരമല്ല, സ്വർഗത്തിലെ അപ്പന്റെ കരം തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ദൂതന്റെ കരം വന്ന് തട്ടും. എഴുന്നേറ്റ് പോയിക്കോ, ഒരു ദൂരയാത്രയുണ്ടെന്ന്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ചില ദൂരയാത്ര കഴിഞ്ഞല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പറയും, ഇനി ഒരു ദൂരം താണ്ടി എനിക്ക് പിന്നിലേക്ക് പോണ്ട, ബിക്കോസ് ഞാൻ ഓൾറെഡി സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മൾ നോക്കുമ്പോ ആ ക്രൂശ് മാത്രമാ നമ്മുടെ പ്രശംസ, അത് മതിയെന്നേ. അവിടെയാ നമുക്ക് ലഭിക്കുന്ന കൃപ. ആ ക്രൂശിൽ കൂടെ നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ഗ്രേസ്, അത് കൃപയാണ്. ആ കൃപയിൽ നമ്മളെ പിടിച്ചു കയറ്റിയത് അപ്പന്റെ കരം തന്നെയാണ്. ഇന്നും ആ കരം, ആ ആണിപ്പഴുതുള്ള കരം ആ ക്രൂശിൽ തറച്ചിട്ടല്ല ഇരിക്കുന്നത്. നമ്മെ സഹായിപ്പാൻ നമ്മുടെ അടുത്ത് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് കൃപയാണ്. എത്ര പേർ പറയും, ഇതെനിക്ക് കൃപയാണ്, എനിക്ക് ലഭിച്ച യോഗ്യതകൾ കൃപയാണ്, എനിക്ക് കർത്താവ് തന്ന പ്രാപ്തി ഇത് കൃപയാണ്, എനിക്ക് അങ്ങ് മാത്രമാണ് എല്ലാം. അതെ, നമ്മൾ നിൽക്കുന്നതെല്ലാം അപ്പന്റെ ക്രൂശിച്ചാരി. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നില്ലേ, ഞാൻ നിൽക്കുന്നതേ എൻ്റെ കഴിവ് മിടുക്കല്ല, യേശു എൻ്റെ അടുത്ത് വന്നത് കൊണ്ടാണ്. ആ പ്രാപ്തിയില, ആ ക്രൂശില, ആ കൈകൾ നോക്കിയാൽ ഇന്നും നിനക്ക് വേണ്ടി ആ കരം വിശാലമാണ്. ഒരു മനുഷ്യന്റെ കരത്തിന്റെ നില നോക്കിയാൽ അതിനൊരു പരിധിയുണ്ട്. അതിലൊരല്പ ജലം മാത്രമേ കൊള്ളത്തുള്ളൂ. പക്ഷെ നിന്റെ ദാഹം തീരുവോളം ആ ഉള്ള കരത്തിൽ നിറയെ ജലമുണ്ടെന്നേ, നിനക്കുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടെന്നേ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ കൃപയിലാണ്. വാരിക്കോരി തരുവാനോ, നിന്റെ ആവശ്യം അനുസരിച്ച് തരുവാനോ. അത് മാത്രമല്ല, മനുഷ്യൻ എവിടെ നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ, മനുഷ്യൻ നിന്റെ മുൻപിൽ നിന്ന് ആരൊക്കെ മാറി നിന്നോ, അവർക്ക് ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റാത്ത രീതി കർത്താവിന്റെ കയ്യിൽ നിന്നും നിറയെ വാരി തരുവാൻ കർത്താവ് സമ്പന്നൻ. അതുകൊണ്ട് നമുക്ക് ആ കരത്തിൽ നോക്കി പറയാം, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ, എൻ പ്രാപ്തിയെല്ലാം അങ്ങു
ജീവനില്ല. അങ്ങില്ലെങ്കിൽ ഭാവിയില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. നിൻ പാദമത്രേ എൻ വാസസ്ഥലം. അപ്പാ നിൻ മൊഴിയതോ എൻ ജീവബലം. നിൻ പാദമത്രേ എൻ വാസസ്ഥലം. നിൻ മൊഴിയതോ എൻ ജീവബലം. അങ്ങില്ലെങ്കിൽ ജീവനില്ല. അങ്ങില്ലെങ്കിൽ ഭാവിയില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു നീ. എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ആ കരങ്ങളെ കർത്താവിലേക്ക് ഉയർത്തി, യേശുവേ എനിക്കിന്ന് ഒരു നിമിഷം കൂടെ എന്നെ പ്രാപ്തനാക്കണം, എന്നെ പ്രാപ്തയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമ്മൾ ഞാൻ യോഗ്യതയല്ല എന്ന് തോന്നിപ്പോയ ചില മേഖലകളിലേക്ക് ദൈവം നമ്മെ കടത്തി വിട്ടില്ലേ? എനിക്കത് നേടാൻ പറ്റത്തില്ല എന്ന് തോന്നിയ സ്ഥാനത്തും നിന്റെ കരത്തിലേക്ക് അത് എടുത്ത് തന്ന ഒരു ദൈവമില്ലേ? നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? കർത്താവ് എല്ലാം നമ്മുടെ കരത്തിൽ തന്നിരിക്കുക, നിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുക. ഒരു വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാൻ പോലും ബലമില്ലാത്തവർ, എന്ന് പറഞ്ഞാൽ തകർന്നവർ ഈ ലോകത്ത് എത്ര പേരുണ്ടെന്നറിയാമോ? അവർ കൊതിക്കുന്നുണ്ട് എനിക്ക് ബലം വേണമെന്ന്. അവർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അവിടുത്തെ ശക്തി വേണമെന്ന്. പക്ഷെ അവർക്ക് കഴിയുന്നില്ലെന്നേ. ഡിപ്രഷനിലേക്ക് പോയ എത്ര പേർ ഈ പ്രഭാതത്തിൽ ഈ ലോകത്തുള്ളപ്പോഴും നമ്മെ അതിനും വിട്ടുകൊടുക്കാത്തൊരു കർത്താവ് ഇരിക്കണം. ദൈവമക്കളെ, ആ പാദത്തിൽ കേൾക്കണം കർത്താവിൻ്റെ ഇമ്പ ശബ്ദം. അതാ നമ്മുടെ ജീവന്റെ ബലം. അതാ നമുക്ക് പ്രാപ്തി തരുന്നേ, നമ്മെ യോഗ്യതയുള്ളവരാക്കുന്നേ. ആ ക്രൂശിൽ നിന്നും വന്ന മൊഴികളുണ്ടല്ലോ, അത് നിന്നെ എവിടെയും നിർത്തുമാറാക്കും. അല്പസമയം കൂടെ ആ മുഖത്തേക്ക് നോക്കി. ഈ ശാന്തതയുടെ അകത്ത് കർത്താവ് ചിലരോട് ആഴത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ ശാന്തത ചിലരുടെ ഹൃദയങ്ങളെ തുറക്കുന്നുണ്ട്. ആഴത്തിലേക്കൊന്ന് വല വീശുവിനെന്ന് പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞത് വെറുതെയല്ല. അന്നവൻ ആഴത്തിലേക്ക് വല വീശിയതേ ആത്മീയ ജീവിതത്തിൻ്റെ അകത്തുള്ള ആഴമാ. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ആത്മീയ മൂടുപടങ്ങളെ മാറ്റി ആഴത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കൂടെ ആ മുഖത്തേക്ക് നോക്കി എങ്ങനെ പറയാമോ? നിൻമുഖമാത്രേ എൻ നിത്യാനന്ദം, നിൻമുറിവത്രേ എൻ സൗഖ്യ തൈലം. നിൻമുഖമാത്രേ എൻ നിത്യാനന്ദം, നിൻമുറിവത്രേ എൻ സൗഖ്യ തൈലം. നിൻമാർവീടം എൻ മറവീടം, നിൻ കൺകളിൽ ഞാൻ
ദൈവമക്കളെ, ഇപ്പോ എഴുന്നേറ്റ് നിന്നാലും ഇരുന്നാലും ആ ക്രൂശിൽ ചേർന്ന് നിന്നോണം, ചേർന്ന് നിന്നോണം. നമ്മെ യേശുപ്പച്ചൻ ഏത് നിലവാരത്തിൽ എത്തിച്ചു ചേർക്കണമെന്നത് ആ ക്രൂശിലെ നിശ്ചയമാണ്. അവിടെയുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് നിനക്കൊരു ജയം കർത്താവ് തന്നെ. യേശുവിന്റെ സ്നേഹം ആ ക്രൂശിൽ നിന്നും നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തകരപ്പെടില്ല, പണിയപ്പെടും, പണിയപ്പെടും. നീ എത്രത്തോളം താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ യേശു പറയുന്നു, അത്രയും അതിൻ്റെയും അപ്പുറം നിന്നെ ഉയരങ്ങളിലേക്ക് യേശു ഇന്ന് പകൽക്കാലം കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില നിമിഷങ്ങൾ കൂടെ പരിശുദ്ധനെ നമ്മൾ ആരാധിക്കാൻ പോകുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളോ നിലവുകളോ ഒന്നും കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരാധനയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അഭാരമെല്ലാം മാറ്റി ആ ക്രൂശിന്റെ മുൻപിൽ അതെല്ലാം വിട്ടുകൊടുത്ത് ഈ ഫെബ്രുവരി മാസം 2ാമത്തെ ശനി നമുക്ക് കർത്താവ് തന്ന കൃപയാ ദൈവമക്കളെ. നമ്മെ കഴിഞ്ഞ ഒരു മാസം പ്രാപ്തരാക്കിയത് കഴിഞ്ഞ 2ാം ശനി നമ്മൾ പഞ്ചായത്ത് അസോസിയേഷൻ ആണ് നമ്മൾ കേട്ട ദൈവ ശബ്ദങ്ങളില്ലേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഒരു മനുഷ്യന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു മനുഷ്യന്റെ മേലിൽ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മൾ പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ കർത്താവ് ഉയർത്തത് എനിക്ക് ബലം തരാനാ. എൻ്റെ കർത്താവ് ഉയർത്തിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് എനിക്ക് ബലം തരാനാ. ബലവാനായ ദൈവം ഇന്ന് പകലിൽ നമുക്ക് ബലം തരുന്നു. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ആ കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ നിന്നും അകന്നു പോകത്തില്ല. ഒരു ഇടയനെ പോലെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, ഉള്ളം കരത്തിൽ വഹിക്കുന്നു. ഉള്ളം കലങ്ങുന്ന നേരത്തും തൻ്റെ പ്രിയൻ നമ്മുടെ ഹൃദയത്തിൽ വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കുന്നു. അതെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിപ്പാൻ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിടും ഞാൻ ഉലകിൽ. ഈ വരി ഇങ്ങനെ തന്നെ പറഞ്ഞതിൻ്റെ കാരണം, ആരൊക്കെ പറയുന്നു എനിക്ക് ബലമില്ലെന്ന്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ 2 മുറുകെ പിടിച്ചിട്ട് ഒരു ശക്തി നിങ്ങളുടെ 2 കരം ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയേ, അവിടെ ശക്തി പ്രാപിക്കുന്നില്ലേ നിങ്ങളുടെ കരത്തിൽ? അതെ, കരമടിച്ച് ആ ശക്തിയോടെ ബലമുള്ളതും ബലത്തോടെ കർത്താവിനെ ആരാധിക്കാം. ബലം ബലം കർത്താവ് തരും.
സംഭവിക്കാത്തവൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയത് കാരണം എൻ്റെ അല്ലലകിലം തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനൊരു ആ കർത്താവിനെ നോക്കി. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയത് എൻ്റെ അല്ലലകിലം തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. യേശുവിന്റെ കരം തിരുക്കരത്തിൽ വൻ സാഗര ജലമെൽ അടയ്ക്കുന്ന കരുത്തേഴും യാഗതാ. തിരുക്കരത്തിൽ തൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തേഴും യാഗവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എൻ്റെ അല്ലലകിലം തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ പാടാം. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ യേശുവിന് എൻ്റെ അല്ലലകിലം തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. അതേ, ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കതീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കാല